അപ്പം നമുക്ക് തുടങ്ങാം. ആര് നയിക്കും, ആര് ജയിക്കും, എത്ര സീറ്റ് കിട്ടുമെന്നാണ് നമ്മുടെ മാജിക് നമ്പർ 71 എത്തും. ആരെത്തുമെന്നാണ് ഒന്ന് കൊടുത്തേ, വിജയണ്ണോട് കൊടുത്തേ മൈക്ക്. 86 മുതൽ 90 സീറ്റ് UDF ജയിക്കും. 86 മുതൽ 90 BJPക്ക്, കോൺഗ്രസിന് അല്ല ഞാൻ കേട്ടില്ല. BJP ആക്കുമ്പോൾ 3 മുതൽ ഓക്കെ, 86 മുതൽ 90 വരയ്ക്കും കോൺഗ്രസിന് കിട്ടുമെന്നാണ്. എതിരഭിപ്രായം ഉണ്ടോ? ഇവിടെ കൊടുത്തേ, മാഡത്തിനെ കൊടുത്തേ. അല്ല, എന്തായാലും ഒരു 12 സീറ്റ് മിനിമം കിട്ടും. 12 സീറ്റ് ആർക്ക് കിട്ടുമെന്നാ പറയണേ? ബിജെപിക്ക് 12 സീറ്റ് മിനിമം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനോ? കോൺഗ്രസ് ഈ പ്രാവശ്യം കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ബാക്കി സീറ്റ് ഇടതുപക്ഷത്തിനായിരിക്കും. അങ്ങനെ മിക്സ് ആയിട്ട് വരുമായിരിക്കും. 101. ആ, ഇത് ഭയങ്കര കണക്കാ. അധ്യക്ഷ ഭായി പറഞ്ഞ 101 അത് ഒന്നൊന്നും ആവാൻ പാടില്ല. ഒന്നാകാൻ പാടില്ല. പണ്ട് ഇവര് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു തരി മതി എന്നാ. ഇല്ല, ഒരു തരി മതി, കൂടുതലല്ലേ പറഞ്ഞു. പണ്ടത്തെ ബിജെപിയിൽ ഒരു തരി മതി പറഞ്ഞു പോയപോലെ എന്റെ ഉദ്ദേശം പറഞ്ഞത് ആക്ച്വലി നാട്ടിനെ പ്രവചിക്കാൻ പറ്റാത്ത സംഭവമാണ് നാട്ടിൽ. ഒരു തൂക്ക് മന്ത്രിസഭയായിരിക്കും. മന്ത്രിസഭയായിരിക്കും. ബിജെപിക്ക് 9-10 സീറ്റ്. ആർക്ക്? 9-10 സീറ്റ് ബിജെപിക്ക്. ഓക്കെ, അപ്പൊ ആരായിരിക്കും ഭരിക്കുക? പിണറായി വിജയൻ. അപ്പൊ മൂന്നാം ഊഴം എന്തായാലും ഉണ്ടാവും. 101 എന്നുള്ള ഞാൻ ഒന്നും കൂടി കൂട്ടി 102 ആക്കി. നല്ലൊരു സംഖ്യ. എന്തായാലും എത്ര ആയിരിക്കും? 2 അക്ക സംഖ്യ. ആരൊക്കെ ആയിരിക്കും എന്നാ തോന്നണേ? ആ 2 പേര് ആരൊക്കെയാണ്? ഒന്ന് പറയാമോ? പാലക്കാട്, നേമം, അങ്ങനെയാണ്? ഏതൊരു സ്ഥലത്താണ്? ഞാനൊരു രാഷ്ട്രീയ നിരീക്ഷകയല്ല, അതുകൊണ്ട് അല്ല, എന്നാലും എത്ര സീറ്റ് കിട്ടും? ഇതിന് പ്രൈസ് ഉള്ള പ്രൈസ് എനിക്ക് പ്രധാനമല്ല. ആര് ഭരിക്കണമെന്നാണ് തോന്നുന്നത്? അത് കേരളത്തിന്റെ വികസനത്തിനെ മാറ്റുകൂട്ടുന്ന ഏത് പാർട്ടിയായാലും അവര് മുന്നോട്ട് വരട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നുള്ളൂ. ഓക്കെ, ശരി, അങ്ങനെയാണ്. കാരണം ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ പറഞ്ഞിങ്ങനെയാണ്, ഭാവനാശാലികൾ വരണമെന്നാ. ക്യാപ്റ്റൻ കൃഷ്ണൻ ഒരു ഇന്റർവ്യൂ ഞാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഭാവനാശാലികളായ മന്ത്രിമാർ ഭരിക്കണമെന്ന. താങ്കളുടെ അഭിപ്രായത്തിൽ, താങ്കൾ ഒരു കോൺഗ്രസ്സുകാരൻ കൂടിയാണ്, താങ്കളുടെ അഭിപ്രായത്തിൽ എത്ര സീറ്റ് കിട്ടും കോൺഗ്രസിന്? ഒരു പ്രവചനം എന്നതിനേക്കാൾ ഉപരിയായിട്ട് റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള 82 മുതൽ 85 സീറ്റ് വരെ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഉറപ്പിച്ചെന്ന് പറഞ്ഞാൽ ഡീലാണ്. അങ്ങനെ കോൺഗ്രസ് ജയിക്കുവാണെങ്കിൽ ആരായിരിക്കാം ഒരു മുഖ്യമന്ത്രി എന്ന് താങ്കളുടെ? കോൺഗ്രസ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഇവിടെ ജയിച്ചു എന്നാണ് വയ്ക്കുക. നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. കോൺഗ്രസ് ആണ് വരാൻ പോകുന്നതെന്ന്, അതുകൊണ്ട് മാത്രമാണ് മുഖ്യമന്ത്രി ഉണ്ടാവുള്ളൂ. അപ്പം BJPയുടെ പ്രതിനിധികളും ഇവിടെ ഇരിക്കുന്ന പിന്നെ CPM-ന്റെ ആളുകൾക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ് താങ്കൾ ഇപ്പൊ ചോദിച്ചത്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ താങ്കൾ പറയുകയാണ്ട, നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരണത്തിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ട് അവർക്ക്. അതിന് ഞങ്ങൾക്ക് മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയുള്ള ക്ഷാമവും ഇല്ല. ഞങ്ങളുടെ പാർട്ടിയില് എല്ലാവരും അതിന് യോഗ്യരാണ്. പക്ഷെ പാർട്ടിയുടെ ഒരു സിസ്റ്റം അനുസരിച്ചുകൊണ്ട് ഞങ്ങളുടെ ഹൈക്കമാൻഡ് വിജയിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളെല്ലാം അംഗീകരിച്ചത് കൊണ്ട് തന്നെ കേരളത്തിലുള്ള ആളുകൾക്ക് ചിന്തിക്കാനുള്ള അവസരമാണ്. ഇവിടെയുള്ള ബോംബെയിലുള്ള പ്രവാസികളായിട്ടുള്ള BJP-ക്കാർക്കും ഇടതുപക്ഷക്കാർക്കും ബോധ്യമുണ്ട് കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാവുന്നതിനെ കുറിച്ചാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കളടക്കം ഈ ചാനല് അല്ലല്ല, അങ്ങനല്ല. നമുക്കിപ്പം ഇവര് BJP-യുടെ ആണെങ്കിൽ ആരായിരിക്കും? 2021 എങ്ങനെയാണ് ഇവർ പ്രവചിച്ചത്? ജോജോ തോമസ്, എത്ര സീറ്റ് കിട്ടുമെന്നാണ് താങ്കളുടെ അഭിപ്രായം? UDF എന്തായാലും അധികാരത്തിലൂടെ വരാൻ പോവുകയാണ്. ഓക്കെ, ഒരു 82 മുതൽ 85 സീറ്റ് വരെ നമ്മൾ ഓൾറെഡി വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. അല്ല, ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഡീല് അല്ലെ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? നമ്മൾ 100 അതാ 2016 ഇതേ അനുഭവം തന്നെയായിരുന്നു. മലയാള മനോരമ അവരെ അച്ചടിച്ചു വെച്ചതാണ് കോൺഗ്രസ് വരുമെന്ന് പറഞ്ഞു. പക്ഷെ അത് രണ്ടാമതും പിണറായി സർവേകൾ പറയുന്ന നേരെ തിരിച്ചാണ്. പക്ഷെ അപ്പൊ ഇപ്രാവശ്യം നോക്കാം. ഓക്കെ, 82 മുതൽ 85 സീറ്റ് വരെ ഓക്കെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യം ഇങ്ങനെ, അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള? മുഖ്യമന്ത്രി ആരാകും എന്ന് കോൺഗ്രസിന്റെ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ വറിയിടാവുണ്ട. അപ്പൊ UDF വരാൻ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞത് ഉറപ്പിച്ചു കഴിഞ്ഞത് കൊണ്ടാണ് അങ്ങോട്ട് ചോദ്യം തന്നെ വന്നത്. കോൺഗ്രസിലെ എല്ലാ കാലഘട്ടത്തിലും മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഇലക്ഷന് ശേഷം ഞങ്ങളുടെ പാർലമെന്ററി ബോർഡ് കൂടിയതിനു ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അത്തരത്തിലൊരു കീഴ്വഴക്കം ഇത്തവണയും ഉണ്ടാകും. അപ്പൊ എന്തായാലും ഇവിടുത്തെ BJP-യുടെ സുഹൃത്തുക്കൾ, ബോംബെയിലുള്ള പ്രവാസികളായിട്ടുള്ള BJP-യുടെയും അതുപോലെ തന്നെ CPM-ന്റെ പ്രതിനിധികൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ UDF വരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് 100% ഉറപ്പിച്ചു കഴിഞ്ഞു. ഒരു ചർച്ചയില്ല. CPM-ന്റെ ഭാഗത്തുനിന്ന് ഒരു ചർച്ചയില്ല കോൺഗ്രസിൽ ആരാണ് മുഖ്യമന്ത്രി ആവുമെന്നുള്ളത്. കാരണം അത് ഉറപ്പിച്ചു കഴിഞ്ഞതാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. മൂന്നാമത് പ്രാവശ്യവും വരും. മൂന്നാമത് ഇവിടെ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ കാര്യമാണ് സംസാരിച്ചത്. മുഖ്യമന്ത്രി ഒരു വനിതയാവണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഒരു വനിതാ മുഖ്യമന്ത്രി വരണം ഇപ്രാവശ്യം. തുടക്കം തന്നെയായിരിക്കും. ആര് വേണേലും വന്നോട്ടെ, പക്ഷെ BJP-യുടെ സാന്നിധ്യം ഇല്ലാതെ ഒരു മുഖ്യമന്ത്രിയും വരത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, ഞങ്ങൾ 30 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മുഖ്യമന്ത്രി ആവുന്നു. കാരണം അതല്ല, അവർക്ക് നോർത്ത് സ്റ്റേറ്റിലുള്ള
ആ അനുഭവം വെച്ച് പറഞ്ഞതാണ്. 30 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആവുന്നത്. സുരേന്ദ്രൻ പറഞ്ഞാണ് കഴിഞ്ഞ പ്രാവശ്യം. ആവില്ലെന്നാണോ പറയണേ? ഇല്ല, എവിടെ ഒരു സീറ്റ് പോലും കിട്ടില്ല. ഈ പ്രാവശ്യം ഒരു സീറ്റ് പോലും കിട്ടില്ല. ഞങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് ഒരു കാലത്തും മുഖ്യമന്ത്രിയായിട്ട് വരാൻ പറ്റും. കഴിഞ്ഞ വട്ടം ഇലക്ഷന്റെ സമയത്ത് പിണറായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു സീറ്റ് മിസ്റ്റേക്കിൽ ഓപ്പൺ ആയി, ഞങ്ങളത് പൂട്ടിക്കുന്നു. അത് പൂട്ടിച്ച മനുഷ്യനാണ്. ആകെ ഒരു സീറ്റ് കിട്ടിയ നേമത്ത് രാജഗോപാലിന് കിട്ടിയതായിരുന്നു. പക്ഷെ വേറെ കാര്യമുണ്ട്, കോർപ്പറേഷനിൽ അവിടെ ജയിച്ചത് ഇപ്പം BJP. കോർപ്പറേഷന്റെ ഇലക്ഷനും ഈ അസംബ്ലി ഇലക്ഷനും നമ്മൾ ഒരേപോലെ കാണാൻ പാടില്ല. അതൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് കൂടുതൽ. അതിനത് ഒന്നിച്ച് കാണാൻ പറ്റാത്ത കാര്യം എന്താണ്? കോർപ്പറേഷൻ പഞ്ചായത്ത് എന്ന ഇലക്ഷന് പേഴ്സണൽ ആയിരിക്കും കൂടുതൽ വെയിറ്റേജ്. ആര് നിൽക്കുന്നു പാർട്ടി നോക്കിയിട്ടല്ല അവിടെ ഇലക്ഷൻ വോട്ട് ചെയ്യുന്നത്. മെമ്പർമാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി കൂടാണ്ട് മെമ്പർമാരുടെ ഫേസ് വാല്യൂ അനുസരിച്ചാണ് കോർപ്പറേഷൻ പഞ്ചായത്തിലും. താങ്കളുടെ അഭിപ്രായത്തിൽ എത്ര വോട്ട് ഇവർക്കെല്ലാം കിട്ടും? UDF എത്ര, LDF എത്ര, BJP 102 സീറ്റ് വരെ LDF എന്തായാലും കിട്ടും. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അവിടെ കൺഫ്യൂഷൻ ഇല്ല, പിണറായി എന്തായാലും വരും. ഇപ്പൊ കോൺഗ്രസിന്റെ നേതാവ് കൂടെ സംസാരിച്ചു, അവർക്ക് ഒരുപാട് മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്സ് ഉണ്ട്. അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പൊ ഇലക്ഷന്റെ സമയത്ത് പലരും പല പല പേര് പറയുന്നുണ്ട്. അതൊരു ഗ്രൂപ്പിസത്തിന്റെ കൂടെ നടന്നിട്ട് അവിടെ ഉള്ള സീറ്റ് വരെ കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അല്ല, പ്രായം ഒരു ഘടകമല്ലേ? നമ്മൾ നേരെ തിരിച്ച് താങ്കൾ ഈ പറയുന്ന ബുദ്ധിയും വിവരവും നല്ല ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കാൻ പറ്റുന്ന ഒരാൾക്ക് 80 വയസ്സ് കഴിഞ്ഞാലും പ്രശ്നമില്ല. ഇന്ന് പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. അവർക്ക് വികസനമാണ് പ്രധാനം. വികസനം വേണമെങ്കിൽ BJP മാത്രമേ വരാൻ പറ്റുള്ളൂ. ഞാൻ പറയുകയാണെങ്കിൽ BJPക്ക് ഒരു 35 സീറ്റ് എങ്കിലും കിട്ടും. എത്ര? 35 സീറ്റ്. 30 സീറ്റ് കിട്ടും. കാരണം ചെറുപ്പക്കാരെ നമ്മൾ 4.5 ലക്ഷത്തോളം പുതിയ വോട്ടർമാരുണ്ട്. അവർ വലിയൊരു മാറ്റം ഉണ്ടാവും. പല സ്ഥലത്തും വീഡിയോ കാണുന്നുണ്ട്. വയസ്സായ അപ്പൊ ഇവിടെ പറഞ്ഞത് 85, 101, 35. എതിരഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? എതിരഭിപ്രായം ഇതിന്റെ ഒരു കാര്യമുണ്ട്. 2006 ആകപ്പാടെ 5% വോട്ടുണ്ടായിരുന്ന BJPക്ക് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ 20% വന്നിട്ടുണ്ട്. വർധന ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം എത്ര ഉണ്ടാവും? ഈ പ്രാവശ്യം മിനിമം 45% വർധന ഉണ്ടായിരിക്കും. അല്ല, എന്നാൽ അപ്പൊ എത്ര സീറ്റ് ഉണ്ടാവും? സീറ്റ് 32 സീറ്റ്. ഈ 32 സീറ്റിൽ പെട്ടെന്ന് പറഞ്ഞാൽ ഒരു 4-5 സീറ്റിന്റെ പേര് പറയും. രാജീവ് ചന്ദ്രശേഖർ, ശ്രീലേഖ, മഞ്ചേശ്വരത്ത് വന്ന സുരേന്ദ്രൻ, പാലക്കാട് വന്ന ശോഭ സുരേന്ദ്രൻ, പിന്നെ തിരുവല്ലയിൽ അനൂപ് ആന്റണി. കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് നമ്മുടെ ശ്രീധരൻ സാർ ആൾമോസ്റ്റ് ജയിക്കുമായിരുന്നു. അവിടുന്ന് മാറിയപ്പോ CPM കോൺഗ്രസും കൂടി ഒന്നിച്ച് ചേർന്നിട്ട് തോൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും 35 അങ്ങനെ ഒരു ഡീൽ ഉണ്ടെന്നാണ് കോൺഗ്രസും CPM കൂടെ ചേർന്നിട്ടാണ് തോൽപ്പിച്ചതെന്നാണ് പറയണത്. ഒരു ചെറിയ ഇടവേളയാണ്. ഞങ്ങൾ വീണ്ടും തിരിച്ചു വരാം. ദക്തരി ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. ഒരു ഘട്ടത്തിലും BJP ആയിട്ടോ CPM ആയിട്ടോ ചേർന്നുകൊണ്ട് എവിടെയും തെരഞ്ഞെടുപ്പില് സമീപിക്കുന്ന രീതിയില്ല. കാരണം കോൺഗ്രസ് നാഷണലൈസ്ഡ് പാർട്ടിയാണ്. ആ പാർട്ടിക്ക് അതിന്റെ നിലപാടുകളുണ്ട്. പക്ഷേ CPM BJPയുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ പറയുന്ന ആരോപണങ്ങളോ ഡീലിനെ കുറിച്ച് വെറുതെ പറയുന്നല്ല. ഇതിനു മുമ്പ് ഇന്ത്യ തന്നെ ഭരിച്ചിട്ടുണ്ട്. ആ ഇന്ത്യ ഭരിച്ച പാർട്ടിയാണ് ഇവർ തമ്മിൽ ചേർന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഡീലിനെ കുറിച്ച് ഒന്നും തന്നെ ഇതിൽ ഡീലില്ല എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ വട്ടം നമ്മുടെ ഇലക്ഷന് ആകുടി തൃശ്ശൂർ ഒരു മണ്ഡലമാണ് BJP കിട്ടിയത്. സുരേഷ് ഗോപി അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് കൂടുതൽ എവിടെ നിന്നാണ് ചോർച്ച ഉണ്ടായെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കോൺഗ്രസിന്റെ വോട്ട് മാത്രമേ പോയിട്ടുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിന്റെ മുന്നത്തെ വർഷം ഇലക്ഷനിൽ കിട്ടിയ 2500 വോട്ട് കൂടുതലാണ് കിട്ടിയിരിക്കുന്നത്. വോട്ട് ചോർച്ച എവിടെ നിന്ന് ഉണ്ടായിരിക്കുന്നത്? കോൺഗ്രസിൽ നിന്നാണ് വോട്ട് ചോർച്ച ഉണ്ടായിരുന്നത്. വേറെ കാര്യമല്ലോ, ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ലല്ലോ ഈ ഒരു അലയൻസ് ഇല്ലാത്തത്. അവിടെയാണ് ഞാൻ പറയാൻ വരുന്നത്. പല പ്രാവശ്യം കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടാക്കുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്തത് CPM ആണ്. CPM-ന്റെ സപ്പോർട്ട് കൂടിയാണ് സെൻട്രലും കൂടി ഭരിച്ചിട്ടുള്ളത്. ആ CPM-നെ നമുക്ക് എന്ത് വിശ്വസിക്കാൻ പറ്റും? ആ ഡീല് പിന്നെ ഇവിടെ മാത്രം എന്താണ് അങ്ങനെ ഒരു ഡീലിനെ കുറിച്ച് സംസാരിച്ചത്? അങ്ങനെയാണെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഒരു അലയൻസ് ഉണ്ടല്ലോ, ഇവരെല്ലാം ഒന്നാണല്ലോ. ഇതിൽ മാത്രം എന്താ ഒരു മാറ്റം ഉണ്ടായത്? ഇന്ത്യ മുന്നണിയെ കുറിച്ചാണ് ഇപ്പൊ സംസാരിക്കുന്നത്. ഇന്ത്യ മുന്നണി ഞങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വർഗീയമായി ഇന്ത്യ രാജ്യത്തെ വെട്ടിമുറിച്ചുകൊണ്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം സമാന ചിന്താഗതികളായിട്ട് ബന്ധപ്പെട്ട് BJP എതിർക്കുന്ന, അല്ലെങ്കിൽ ഈ രാജ്യം നന്നാവണം, ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ പാർട്ടികളെയും ഒന്നിപ്പിച്ച് കൂട്ടിക്കൊണ്ട് ഞങ്ങൾ ഇന്ത്യ മുന്നണി ഉണ്ടാക്കി എന്ന് കരുതി ഇന്ത്യയിൽ മൊത്തം ഇന്ത്യയിലൊക്കെ ഒന്നിച്ച് ഭരിക്കണം കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരണത്തിലേക്ക് വരാൻ പറ്റുന്ന സാഹചര്യം. ഈ കേരളം ഇന്ത്യയിലല്ലേ? ഇവർക്ക് ഒരു കാര്യം ഉണ്ടെന്നറിയോ? എന്താ കാര്യം അറിയോ? ഇന്ത്യ മുന്നണി കേരളത്തിൽ മാത്രം ഇവര് മാമനും മച്ചാമ്പിയാണ്.
അല്ല അതൊരു ചോദ്യമാണ്. ഒന്ന് രണ്ടാമത്തിന് വീട്ടിൽ പോയി ചോദിക്കാൻ ഞങ്ങൾ പറയത്തില്ല. കോൺഗ്രസ് ചെറ്റത്തരമൊന്നും പറയത്തില്ല. ഒരു നല്ല ഡീസന്റ് ആയിട്ടുള്ള കോലീബി സഖ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കോയിലിബി സത്യം പറഞ്ഞു. കോലീബി സഖ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ പറഞ്ഞു? കോൺഗ്രസ് ലീഗ് BJP അങ്ങനെ ഒരു മൂന്ന് അല്ല ഒരു പുതിയ ഒരു നിമിഷം ഒരു പുതിയ ഒരു പ്രൂഫ് കാണിക്കോ? ഒരു പുതിയ ഭാഷയുണ്ട്. ഒരു പ്രൂഫ് കാണിക്കോ? ഏതെങ്കിലും ഇൻസിഡന്റ് ചെറിയ ഒരു പ്രൂഫ് കാണിക്കോ? ബേപ്പൂരിൽ നിന്ന് ഞങ്ങൾ താങ്കളെ ഒരിക്കലും KP ഉണ്ണികൃഷ്ണനെതിരെ താങ്കളെ അല്ല ചോദിക്കാൻ പറ്റില്ല. രതീഷ് ഈ CJP എന്നുള്ളൊരു പുതിയ സംഭവം ഉണ്ട്, കേട്ടിട്ടുണ്ടോ? CJP അങ്ങനെ ഒരു സംഭവമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ആ. നമ്മളെ മെട്രോമാൻ ആ. ശ്രീധരൻ സാർ ആ. മത്സരിച്ചു, ഓക്കെ. ജയിക്കുമെന്ന് വരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ. നിയമം പോയാലും പാലക്കാട് ജയിക്കുമെന്ന് അല്ല വിശ്വാസം ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ തമിഴ്നാട്ടിൽ മാത്രമാണല്ലോ ഈ സിനിമാ നടന്മാരുടെ ഒരു ഇതുണ്ടായിരുന്നത്. പണ്ട് നമ്മുടെ മുരളി, പക്ഷെ എന്തൊക്കെയാലും മുരളി എന്ന് പറഞ്ഞ മഹാനായ നടൻ മത്സരിച്ചിരുന്നു. അതെ, അത് ഒരുപാടുണ്ട്. ഇപ്പൊ CPM-ലെ മുകേഷ് ഉണ്ടായിരുന്നു. അല്ല ഇപ്പോഴുണ്ടല്ലോ ഗണേഷ് കുമാറുണ്ട്. അല്ല ഇപ്പോഴുണ്ട്. അപ്പൊ പെട്ടെന്നൊരു പിഷാരി വന്നോണ്ട് ചോദിച്ചെന്നുള്ളൂ. പിഷാരി നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാ. പോട്ടെ എന്നാലും ഇന്ത്യ മുന്നണി രണ്ടും മുങ്ങോടെ BJP 33-34 സീറ്റിൽ ജയിക്കും. തൂക്കുമന്ത്രിസഭവും BJPയുടെ സപ്പോർട്ടിലാണ്ട് ഒരു പാർട്ടിക്കും ജയിക്കാൻ പറ്റില്ല. കേരളത്തില് ഒരു 10 സീറ്റ് എങ്ങനെ ഉറപ്പിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് BJPക്ക്. അല്ല അത് എല്ലാ പാർട്ടിക്കും ഉണ്ടാവുമല്ലോ. അല്ല നമ്മൾ ഈ ഡീൽ അല്ലാതെ വികസനത്തെ കുറിച്ച് സംസാരിക്കട്ടെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് പാലക്കാട്ട് ഒരു കാലത്ത് EMS-ന്റെ കാലത്ത് പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാലം, പഴയ കാലത്ത്. പക്ഷെ ഇപ്പം പാലക്കാട് ഇത്രയും സീനിയർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മെമ്പേഴ്സ് ഉണ്ടായിട്ട് പോലും അവിടെ ശോഭാ സുരേന്ദ്രൻ എതിരായിട്ട് നിർത്തിയത് ഒരു ഹോട്ടൽ ഉടമയാണ്. എന്തിനു നിർത്തി? അവിടെ ശോഭാ സുരേന്ദ്രനെ ജയിപ്പിക്കണം എന്ന് അല്ല അതൊക്കെ പറച്ച് അങ്ങനെ പറയരുത്. മഞ്ചേശ്വരത്തും അല്ല അങ്ങനെ അവര് പറയും ഒരു സിനിമ നിർത്തി എന്ന് പറയും. ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് പറ്റി LDF-ഉം UDF-ഉം ഇതന്നെ സംസാരം. അവര് വന്നു കഴിഞ്ഞാൽ ഈ വികസനത്തെ പറ്റി ആരാ സംസാരിക്കണേ? ഡെവലപ്മെന്റിനെ പറ്റി ആരാ സംസാരിക്കണേ? അങ്ങനെ ഡെവലപ്മെന്റ് വരികയെന്ന് വെച്ചാ BJP വന്നാലേ ആ കേരളത്തിൽ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, നമ്മുടെ ടോപ്പിക് ഇതാണ്, എത്ര സീറ്റ് കിട്ടുമെന്നുള്ളതാണ്. നമ്മളിപ്പോ അതിനെ കുറിച്ച് ഒരു വികസനത്തിന്റെ ഒരു പോയിന്റ് വന്നുകൊണ്ട് അതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് ഈ വികസനം എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വികസനത്തിൽ പല കാറ്റഗറീസ്, പല ഐറ്റംസ് വരും. ഞാൻ പറയാം, ഒരു ഐറ്റം പറയാം. ഈ പെർ ക്യാപിറ്റ ഇൻകം നാഷണൽ ആവറേജ് 1.75 ലക്ഷം കിടക്കുമ്പോ കേരളത്തിന്റെ 2.5 മുതൽ 3 ലക്ഷം വരെയാണ് പെർ ക്യാപിറ്റ ഇൻകം. ശിശുഭരണം നാഷണൽ ആവറേജ് 1000-ൽ 25 വെക്കുമ്പോ കേരളത്തിൽ അത് വെറും 4 ഉള്ളൂ. ഓക്കെ, ഇത്ര ഇപ്പൊ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അപ്പൊ വികസനം എന്ന് പറയുന്നത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ വേണം സംസാരിക്കാൻ. ഇതൊരു പെർസെന്റേജ് ആണല്ലോ. കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. ഞാൻ 1976 ബോംബെയിലേക്ക് വരുന്നത്. അന്ന് വരെ കേരളത്തിന് കൃഷി ചെയ്ത നെല്ല് കോയമ്പത്തൂർക്ക് ബ്ലാക്ക് മാർക്കറ്റിൽ പോവായിരുന്നു. രാത്രി 12 മണിക്ക് 10 മണിക്കാണ് സാധനങ്ങൾ കൊണ്ടുപോവുക. ഇന്ന് അരി വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ പിച്ച എടുക്കണം. വളരെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു തരട്ടെ, വികസനം വരണോ, BJP വരണം. 60 കൊല്ലം 70 കൊല്ലം കമ്മ്യൂണിസ്റ്റ് ഭരിച്ചിട്ട് എന്ത് ഉണ്ടാക്കി? ഇന്നിപ്പോ വന്ദേ ഭാരത് എത്ര ട്രെയിൻ ഓടണു, എത്ര റെയിൽവേ ഓടണു, മനസ്സിലായില്ലേ? ഒരു വികസനവും ഇല്ല. ഈ കമ്മ്യൂണിസ്റ്റ് ഭരിച്ചുകൊണ്ടല്ല, ഈ ലിറ്ററസിയിൽ 100% വന്നത് കമ്മ്യൂണിസ്റ്റ് ഭരിച്ചുകൊണ്ടല്ല, ഹോസ്പിറ്റലും റോഡും ക്ലിയർ ആയത് കമ്മ്യൂണിസ്റ്റ് ഭരിച്ചുകൊണ്ടല്ല. ഇതല്ലാതല്ല, എനിക്ക് തോന്നുന്നു വികസനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളം വികസിക്കുന്നില്ല. എന്ത് കാര്യത്തിലാണെന്നറിയോ? കേരളം അറബിക്കടലിലേക്ക് അങ്ങോട്ട് വികസിക്കുന്നില്ല ജിയോഗ്രഫിയിൽ. അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് മംഗലാപുരത്തേക്ക് ഒരു 1.5 കിലോമീറ്റർ അങ്ങോട്ട് വികസിക്കുന്നില്ല. ഈ ഒരു വികസനം അല്ലാണ്ട് ഇതാണ് നമ്മുടെ രീതിയിലുള്ള വികസനം വെച്ചാൽ അങ്ങനെ വെച്ച് വികസിക്കുന്നില്ല. അല്ല നമ്മുടെ കുറെ പോക്കോളിലും കുറെ ഫാക്ടറികളൊക്കെ കൊണ്ടുവന്നിട്ട് വികസിപ്പിക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിന് ആവശ്യമില്ല. കേരളം സർവീസ് റിലേറ്റഡ് പ്രൊഡക്ട്സിലാണ് കേരളം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ ഒരുപാട് കമ്പനികൾ കൂട്ടിച്ചിട്ടേ ഉള്ളൂ. പിന്നെ വർഗീയത പറഞ്ഞു. ഏറ്റവും കൂടുതൽ വർഗീയത കോൺഗ്രസ് ആണ്. കുംഭമേള നടന്നു. കുംഭമേളയിൽ ഒരു കോൺഗ്രസ് ലീഡറോ ഒരു മാർക്സിസ്റ്റ് ലീഡറോ പോയില്ല. നേരെ മറിച്ച് മുസ്ലിംസിന്റെ സമ്പ്രദായം സകല മീറ്റിംഗുകളിലും കോൺഗ്രസ്സുകാർ പോകുന്നുണ്ട്. VD സതീശൻ, രമേശ് ചെന്നിത്തല എല്ലാവരും പോകുന്നുണ്ട്. ഇപ്പൊ ആരാ വർഗീയത കളിക്കുന്ന? മോഡിജി വന്ന ശേഷം ഏതെങ്കിലും ഒരു മുസ്ലിമിനോ ഒരു ക്രിസ്ത്യാനിക്കോ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഓൾ ഇന്ത്യ ലെവലിൽ ഉണ്ടായിട്ടില്ല. വികസനത്തെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചത്. നമ്മൾ ബേസിക്കലി മുംബൈയിലെ മലയാളികളാണ് അല്ലേ? മുംബൈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മുംബൈയിലെ മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ വികസനത്തെ കുറിച്ച് പറയാൻ അർഹതയുള്ളവരെ. അത് പാർട്ടി എന്തു ആയിക്കോട്ടെ. കേരളത്തിൽ വികസനം കഴിഞ്ഞ 10 വർഷമായിട്ട് ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വികസനം എന്ന് പറയുന്നത് കേവലം
കേവലം പാലങ്ങൾ ഉണ്ടാക്കുകയും കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയും മാത്രമല്ല വികസനം എന്ന് പറയുന്നത്. വികസനം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി എന്താണ്, ഒരു ആവാസ വ്യവസ്ഥയും മനുഷ്യനും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു തരത്തിലുള്ള വികസനമാണ് വേണ്ടത്. ഒരു മിനിറ്റ് കൂടെ. ഈ എലിപ്പുള്ളി എന്ന് പറയുന്ന പാലക്കാട് ജില്ലയില് അവിടെ കഴിഞ്ഞ ദിവസങ്ങൾ വികസനം കുറിച്ച് ചർച്ച ചെയ്തു. അവിടെ എന്താണ് വികസനം? ഡിസ്റ്റിലറി കൊണ്ടുവരുന്നു. അവിടെ 5 കോടി ലിറ്റർ വെള്ളമാണ് അവിടെ ആവശ്യമുള്ളത് ഈ ഒരു വർഷത്തിന് വേണ്ടിയിട്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, പ്ലാച്ചിമടയ്ക്കെതിരായിട്ട് നമ്മൾ സമരം നടത്തിയവരാണ്. ആ പ്ലാച്ചിമട അവിടെയുള്ള ആവാസ വ്യവസ്ഥ മുഴുവൻ മാറുകയാണ്. രണ്ടാമത് ഒരു നിമിഷം, അങ്ങനെ പറയരുത്. ഈ പറഞ്ഞ ബോട്ടിലിംഗ് പ്ലാന്റ് മഹാരാഷ്ട്രയിലുണ്ട്, കൽക്കട്ടയിലുണ്ട്. അവിടെ ഒന്നും ഈ പ്രശ്നങ്ങളില്ലല്ലോ. കേരളത്തിൽ മാത്രമൊന്നുമില്ല അങ്ങനെ ഒരു പ്രശ്നം. അത് അങ്ങനെ പറയാം. അത് കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ചുകൊണ്ട് നമ്മൾ നോക്കുക. ഭൂപ്രകൃതി അനുസരിച്ച് അവിടെ ഒന്നാമത്തെ കാര്യം, ഇത് നമ്മളിപ്പോ നോക്കും, മരം വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ വീണ്ടും മരം വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടി. ഇന്നത്തെ പുതിയ കണ്ടുപിടുത്തം എന്താണ്? ഒരു മരം വെട്ടിക്കഴിഞ്ഞാൽ വെക്കുന്നതിന് പകരം ഇലക്ട്രിക്കൽ കാർ ഉപയോഗിച്ച് 800 മരം വെക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ വികസനത്തെ കുറിച്ച് പറയുമ്പോൾ ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന വികസനമായിരിക്കണം. കെ റെയിലിനെ കുറിച്ച് പറയുന്നു. കെ റെയിൽ എന്ന് പറഞ്ഞാൽ കേരളത്തെ 2ആയിട്ട് വെട്ടിമുറിക്കും. ഇതേതരത്തിലുള്ള വികസനം അല്ലാതെ പിന്നെ ബി ജെ പിയുടെ ഗവൺമെന്റ് വന്ന് ഈ പറഞ്ഞ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു തരത്തിലുള്ള വികസനവും കേരളത്തിൽ കൊടുത്തിട്ടില്ല. ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ബി ജെ പിയുടെ സുഹൃത്തുക്കൾ പറഞ്ഞു, നമ്മൾ വന്ദേ ഭാരതിനെ കുറിച്ച് പറഞ്ഞു. വന്ദേ ഭാരത് കൊണ്ടുവന്നോ നിങ്ങൾ? അതിന് സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഈ വന്ദേ ഭാരത് ആകാശത്തോടല്ല യാത്ര ചെയ്യുന്നത്. സിഗ്നൽ സംവിധാനങ്ങൾ വളർത്തണം. ഈ സിഗ്നൽ സംവിധാനങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് GST ഫണ്ട് കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള ഫണ്ടുകൾ കൊടുക്കാതെ ജോജോ കണക്കുകൾ പറയുന്നതിൽ ചെറിയ മിസ്റ്റേക്കുകളുണ്ട്. അപ്പൊ അങ്ങനെ ചർച്ച തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. ദക്തരിയെ ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. നിങ്ങൾ ഈ പറഞ്ഞ ഇവരുടെ സീറ്റ് ആര് ഭരിക്കണമെന്നാണ് ആഗ്രഹം? എത്ര സീറ്റ് കിട്ടും തോന്നുന്നുണ്ട്? ഇപ്പൊ ഉള്ള BJP സീറ്റിനേക്കാളും കൂടുതൽ കിട്ടും. ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ കിട്ടും. ഞാൻ പറയാ, BJP അതൊരു 10, 30 തൊട്ട് 40 സീറ്റ് വരെ വരും. ഓക്കെ. LDFന് ഇപ്പൊ ഭരിക്കുന്ന പാർട്ടി ഓക്കെ, അവർക്ക് 60. അപ്പൊ അങ്ങനെയാണെങ്കിൽ BJPയും CPM ചേർന്ന് ഭരിക്കും. അല്ല, BJP വേണ്ട, ഇവര് കോൺഗ്രസും അലയൻസ് ആയിട്ട് അവര് തമ്മിൽ ഭരിക്കും. ഇവിടെ ഇപ്പൊ ഡീലിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വരുന്നത് കുഞ്ചൻ നമ്പ്യാര് പറഞ്ഞ പോലെ ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം ഭരണം എന്നാണ്. അപ്പൊ ഇത് എല്ലാ പാർട്ടികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുകെട്ട് പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഒന്നിച്ചു കൂടിയിട്ട് ഒരു ഭരിക്കാനുള്ള ഒരു സംവിധാനം കൂടി ചെയ്തുകൂടെ എന്നൊരു ചിന്ത വരെയാണ്. പക്ഷെ അതിനപ്പുറം ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു വനിതാ മുഖ്യമന്ത്രിയുടെ കാര്യം, അത് ആരും പറയുന്നില്ല. അതെന്തുകൊണ്ട്? അതെ, കൂടുതൽ ജനസംഖ്യയിൽ കൂടുതലുള്ള സ്ത്രീകളാണ്. 50% കൂടുതൽ വോട്ടേഴ്സ് ഉള്ളതും സ്ത്രീകളാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകളെ നിർത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ് BJP. അതുകൊണ്ട് തന്നെ ഇക്കുറി ഒരു 10 to 15 എന്തായാലും BJPക്ക് കിട്ടും. BJP തീരുമാനിക്കും അവിടെ ആര് ഭരിക്കണം എന്നുള്ളത്. വനിതാ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ഒരു പാർട്ടിയും മുന്നോട്ട്? അത് ഇത്ര വർഷം 10 വർഷം ഭരിച്ച ഞങ്ങൾക്ക് ഭൂരിപക്ഷം വന്നാലല്ലേ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്ത് തന്നെ വന്നാലും എവിടെയും ഏത് കേന്ദ്ര ഗവൺമെന്റിന്റെ എവിടെ ഇട്ട് നോക്കിയാലും ഇത്രയും കൂടുതൽ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ എടുത്തു കഴിഞ്ഞാലും അതില് ആശ മാത്രല്ല എത്രയോ പിന്നെ ഈ വാർഡിലും എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് ലേഡീസിനാണ് കൂടുതൽ പ്രാധാന്യം. ഓക്കെ, ഞാൻ ഇതിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ചോദ്യത്തിലേക്ക് വരാം. നമ്മൾ ഇനി നമ്പേഴ്സിൽ വരുന്നതിന് മുമ്പ് അങ്ങനെയാണെങ്കിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമോ കേരളത്തിൽ? ഇല്ല, അത് പാർട്ടി നിശ്ചയിക്കുന്നതാണ്. വനിതകളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് കോൺഗ്രസ് ആണ്. നിങ്ങൾക്കറിയാം, അതിനൊരു മാർഗം തുടക്കം കുറിച്ചതാരാണ്? ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് ഒരു വനിതയെ കൊണ്ടുവന്നത്. അത് മഹാരാഷ്ട്രക്കാരി. രണ്ടാമത് വനിതാ മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്തത് കോൺഗ്രസ് പാർട്ടിയാണ്, അതായത് ഷീല ദീക്ഷിത്. അപ്പൊ ഇത് തുടക്കം കുറിച്ച് അതിനുശേഷം വരുന്ന പാർട്ടികളൊക്കെ അദ്ദേഹം പറഞ്ഞു വനിതാ ചീഫ് മിനിസ്റ്റർ കൊണ്ടുവന്ന അല്ല. നന്ദിനി സത്പതി ഉണ്ടായിരുന്നു ബീഹാറിലെ, ഒറീസയിലുണ്ടായിരുന്നു. എത്ര പ്രാവശ്യം അവർ ഈ കോൺഗ്രസ് ഗവൺമെന്റ് അവരെ ഡിസ്മിസ് ചെയ്തു. എത്ര പ്രാവശ്യം ഡിസ്മിസ് ചെയ്തു. പാർട്ടിയുടെ കാര്യങ്ങളല്ലേ, പാർട്ടിയുടെ കാര്യമല്ല. CPM-ന്റെ കാര്യത്തിലാണെങ്കിൽ ശൈലജ ടീച്ചറെ പിന്നിൽ നിന്ന് കുത്തിയ ആളല്ലേ CPM. പിണറായി വിജയൻ ആവണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും കൊടുത്തിട്ടുണ്ടോ? ശൈലജ ടീച്ചർ എവിടെയും മുഖ്യമന്ത്രി കാണിച്ചിട്ടില്ല. കഴിഞ്ഞ ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് മേയറായിട്ട് ആ സ്ത്രീലേഖയുടെ പേര് എടുത്തു കാണിച്ചു. സുരേന്ദ്രൻ ഇപ്പോഴത്തെ വിട്ടില്ല. ഗൗരിയമ്മ മാതിരി ലീഡറെ പോലും ഇവർക്ക് മുഖ്യമന്ത്രിയാക്കാൻ പറ്റില്ല. ഗൗരിയമ്മ പോലെ പ്രശ്നം അവരുടെ. ഓക്കെ, മാഡം ഉന്നയിച്ച ഒരു കാര്യം ആര് മുഖ്യമന്ത്രി ആകണം, സ്ത്രീ വേണമെന്നുള്ള അവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. നമുക്ക് എത്ര സീറ്റ് കിട്ടുമെന്നുള്ളതാണ്, ആര് ഭരിക്കുമെന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും വലിയൊരു നീക്കം BJPക്ക് വരും.
ജയിച്ചതിന് ശേഷം അനവധി എംഎൽഎകൾ ബി ജെ പി അല്ല എന്നാൽ അപ്രോക്സിൽ എത്ര സീറ്റാണ് ബി ജെ പിക്ക് എത്ര സീറ്റ് കിട്ടും? ബി ജെ പിക്ക് 33 സീറ്റ് കിട്ടും. 33 സീറ്റ് കിട്ടും. പുറകോട്ട് കൊടുക്കും. ബി ജെ പിക്ക് ഒരു 30 സീറ്റ് കിട്ടും. 30 സീറ്റ് അവിടെ നിന്ന് കൊടുക്കും. നമുക്ക് മെയ് 4-ാം തീയതി അറിയാം. എന്നിരുന്നാലും ഈ ഇലക്ഷൻ കഴിയുമ്പോ ബി ജെ പിക്ക് ഇപ്പൊ ഉള്ളതിനെക്കാട്ടിലും വളരെയധികം സീറ്റ് കൂടുതൽ കിട്ടും എന്നുള്ളത് തന്നെയാണ് ഉറപ്പ്. കൂടുതൽ കിട്ടും എന്നുള്ള സ്വാമിജി പറയും. 50 സീറ്റ് കിട്ടും. ജോയിന്റ് 50 സീറ്റ് അവിടെ 15 സീറ്റ് കൂടി അപ്പുറത്ത് കൊടുത്തു. ബി ജെ പിക്ക് നല്ലൊരു സീറ്റ് കിട്ടും തന്നെയാണ് എന്റെ അഭിപ്രായം. ബി ജെ പിക്ക് LDF-ന് എത്ര കിട്ടും അങ്ങനെയാണെങ്കിൽ താങ്കളുടെ അഭിപ്രായത്തിൽ? UDF-നും UDF-നും നല്ല സീറ്റ് കിട്ടും. കാരണം ഓക്കെ മാം പറഞ്ഞ പോലെ ബി ജെ പിക്ക് മിനിമം 12 സീറ്റ് കിട്ടും. ബി ജെ പിക്ക് മാത്രമല്ല LDF-ന് എത്ര കിട്ടും, UDF-ന് കിട്ടും. അതൊരു ഐഡിയ. മാജിക് നമ്പർ 71. അതിലേക്ക് എത്താൻ ആരൊക്കെ ഉണ്ടാവും? ബിജെപിക്ക് 40, 40 കിട്ടും എന്നുള്ളതാണ്. ബിജെപിക്ക് 33. നിങ്ങൾ ആരും സംസാരിക്കാത്ത ഒരു സംഭവമുണ്ട്, സ്വതന്ത്രന്മാർ. ഈ സ്വതന്ത്രന്മാർക്ക് എത്ര വോട്ട് കിട്ടും തോന്നുന്നുണ്ട്? സ്വതന്ത്രന്മാർ എങ്ങനെ ഉദ്ദേശിക്കുന്നത്? പാർട്ടി, അതായത് ഓരോ ഘടകകക്ഷികളും സപ്പോർട്ട് ചെയ്യുന്ന സ്വതന്ത്രന്മാരാണ്. ശരി ശരി ശരി. 102 സീറ്റ് LDF, 59-60 സീറ്റ്. അതെങ്ങനെ പക്ഷെ 144 സീറ്റ് 160 സീറ്റും 38 സീറ്റ് 38 സീറ്റ് കോൺഗ്രസിന്. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബി ജെ പി ഇല്ലാണ്ട് അവിടെ ഗവൺമെന്റ് ഫോം ആവാൻ പോണില്ല. സീറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബി ജെ പി 30-ന്റെ മുകളില്, ബാക്കി എല്ലാരും 70. ഇത് എന്താ പറയാ, ഇത് താങ്ങില്ല അവര്. ഓക്കെ പറഞ്ഞോളൂ. ഹലോ മുംബൈ ഈ ഞായറാഴ്ച തന്നെ പ്രസിദ്ധീകരിക്കണം. കാരണം എന്താ പറയുക, കേരളത്തിലും ലോകത്തിലും ജനങ്ങൾ കാണുന്നുണ്ട്. ജനം കാണുന്നവർക്ക് ഒരു സന്തോഷം, ആത്മാർത്ഥ. കാരണം 40, 45, 50 BJP സീറ്റ് കിട്ടുന്നവർ കിട്ടില്ലെന്നാ പറയണ. കിട്ടുന്നാണ് ഇവര് പറയുന്നത്. കിട്ടുന്നവർ പറയണത് അത് കോൺഫിഡൻസ്. അത് മാത്രമല്ല അല്ല അവര് ഒരു നിമിഷം രതീഷ് ഒരു നിമിഷം. ഇവിടെ നിന്നും വർക്ക് ചെയ്യാൻ വേണ്ടി പാർട്ടി പ്രവർത്തകർ അങ്ങോട്ട് പോയിട്ടുണ്ട്. അത് എല്ലാ പാർട്ടിയിലും പോയിട്ടുണ്ട്. എക്സ്പെഷ്യലി എനിക്കൊന്ന് BJP കൂടുതൽ ആൾക്കാരാണ് പോയിരിക്കുന്നത്. ഈ ആഴ്ച പോകാനിരിക്കുന്ന മാഡം അല്ലേ താങ്കൾ പോകുന്നത്? നമ്മുടെ അബ്ദുൽ കലാം എന്താ പറഞ്ഞിരിക്കുന്നത്, സ്വപ്നം കാണാനാ പറഞ്ഞിരിക്കുന്നത്. അതെ. അപ്പം സ്വപ്നം നമ്മൾ വാനോളം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പകുതിക്ക് എത്തും. ആ സ്വപ്നം ഉള്ളത് കേരളത്തിൽ BJP നടപ്പാക്കും. ഇന്ത്യ ഭരിക്കുന്ന BJP എത്ര കോൺഗ്രസ് മുഖ്യമന്ത്രി പോയി? നിങ്ങൾക്ക് എവിടുന്ന സീറ്റ് ജയിച്ചത്? എവിടുന്നെങ്കിലും സ്വന്തമായിട്ട് സീറ്റ് ജയിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് എവിടുന്ന ഒരു സീറ്റ് കിട്ടില്ല. നിങ്ങൾക്ക് കിട്ടിയ അങ്ങനെ പറയരുത്. ജയിച്ചിട്ടുണ്ട്. BJPയുടെ ഇപ്പോഴത്തെ MP-മാർ തികച്ചും കോൺഗ്രസ് നിന്ന് പോയവരാണ്. 9 മുഖ്യമന്ത്രിമാര്, ഇന്ത്യയിലെ 9 മുഖ്യമന്ത്രിമാർ BJP-യില്, കോൺഗ്രസ് മുഖ്യമന്ത്രി BJP-ക്ക്. അല്ല ഞാനൊന്ന് ക്ലിയർ ചെയ്തോട്ടെ. താങ്കൾ ഈ പറഞ്ഞു അതായത് കോൺഗ്രസിൽ നിന്ന് മാത്രമേ BJP-യിലേക്ക് വന്നിട്ട് അല്ല. ഈ അടുത്തിടയ്ക്ക് വന്ന ആൾക്കാരെ പേര് ഞാൻ എടുത്തു പറയുന്നത് ഒരുപാട് പേരുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കണ്ട. ഞാൻ ഇപ്പൊ ഈ ചർച്ച നമ്മൾ ചർച്ച ചെയ്യുന്ന ഇവിടുന്നാണ്, മുംബൈയിലാണ്. മുംബൈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിൽ ഇപ്പൊ ഞാൻ മഹാരാഷ്ട്ര കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പൊ നമുക്കെല്ലാം രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഇവിടെ പൊതുവെ കാണുന്നത് എന്താ അറിയോ ഇവിടെ പൊതുവെ കാണുന്നത് നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയം മാത്രമേ ചർച്ച ചെയ്യുള്ളൂ. വാട്സപ്പ് ഗ്രൂപ്പുകൾ എടുത്തോട്ട് നിങ്ങൾ ഏത് സ്ഥലത്തിൽ നോക്കിയോ കേരളത്തിലെ പൊളിറ്റിക്സ് ആണ് ചർച്ച ചെയ്യുന്നത്. അത് നല്ല കാര്യമാണ്. നമ്മുടെ മദർ സ്ഥലം എന്നുള്ള നിലയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ നമ്മൾ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾക്കാണ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ തന്നെ ഒരു വ്യക്തമായ ഉദാഹരണം നോക്കൂ. ഇപ്പോൾ പറഞ്ഞതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ ഈ BJP-യുടെ ഇവിടെ ഇരിക്കുന്ന കൂടുതൽ അംഗങ്ങൾ അവരൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് 20 സീറ്റ് കിട്ടും, ഞങ്ങൾക്ക് 2 സീറ്റ് കിട്ടും, അങ്ങനെ 30 സീറ്റ് വരെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അവിടെ പറയുന്നത് ഇടതുപക്ഷം വരുമെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ സപ്പോർട്ട് കോൺഗ്രസിന് BJP-യുടെ സപ്പോർട്ടൊന്നും ആവശ്യമില്ല. കോൺഗ്രസ് ഒരു ഘട്ടത്തിലും ശക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്, BJP-യുടെ ഒരു സപ്പോർട്ടോട് കൂടി കോൺഗ്രസ് ഭരണത്തിലുണ്ടാവില്ല. അതിൽ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് കാണുകള്. ഓക്കെ. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. LDF ഭരിക്കുമെന്നുള്ളവർ ഒന്ന് കൈപൊക്കെ പ്ലീസ്. LDF ഭരിക്കുമെന്നുള്ളവർ ഒന്ന് അവിടാണ്. UDF ഭരിക്കുമെന്നുള്ളവർ LDF ഭരിക്കുന്ന കൈപൊക്കില്ല. അത് കുഴപ്പമില്ല. BJP ഭരിക്കുമെന്നുള്ളവർക്ക് കൈപൊക്കാം. അപ്പോ എന്തൊക്കെയാലും ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. അതായത് ഇദ്ദേഹം പറഞ്ഞ പോലെ സ്വപ്നം കാണാൻ പഠിക്കുക. സ്വപ്നമാവട്ടെ യാഥാർത്ഥ്യമാകട്ടെ. ആര് ഭരിക്കും ആര് നേടുമെന്ന് മെയ് 4-ാം തീയതി അറിയാം. എന്നിരുന്നാലും പ്രവാസി മലയാളികൾ അവരിവിടെ ഒരു ചർച്ചയിൽ പറഞ്ഞതാണ് ആരാണ് ഭരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. കേരള രാഷ്ട്രീയവും പ്രവാസിയുടെ കാഴ്ചപ്പാടിലൂടെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും മെയ് 4 വരയ്ക്കും നമുക്ക് കാത്തിരിക്കാം ആര് ഭരിക്കും ആര് നേടും എന്നുള്ളതിനെ കുറിച്ച്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി നമുക്ക് കാണും വരെ ഞങ്ങൾ ഇവിടെ വാങ്ങിയാണ്. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ഫിർമിലേങ്കയാം. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഉയരുണരും പാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ. സ്നേഹത്തിൻ സൗഹൃദ ഭൂമിയിൽ അതിരില്ല കാഴ്ചയുമായി. ഹലോ മുംബൈ, നിങ്ങളുടെ മുന്നിൽ. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ.